ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. 4 മാസം മുൻപ് ഒളിച്ചോടി പോയ ദിയ തിരിച്ച് നാട്ടിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. അവളുടെ വീട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. കണ്ണൂരിൽ നിന്ന് ഒളിച്ചോടി പോയതിന് കിരൺ എന്ന ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ, ഹിന്ദു പയ്യൻ്റെ കൂടെ ഒളിച്ചോടി പോയതാണ്. ഭയങ്കര വിവാദമായിരുന്നു അന്ന് ആ സമയത്ത്. കാരണം അതൊരു റംസാൻ മാസമായിരുന്നു. പിന്നെ അവളുടെ ദിയയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു, എൻഗേജ്മെൻറ്റ് കഴിഞ്ഞെങ്കിൽ അതിന് മുൻപൊന്നും പറയാമായിരുന്നില്ലേ, ആ പയ്യനോട് പറഞ്ഞിരുന്നെങ്കിൽ ആ പയ്യനെങ്കിലും രക്ഷപ്പെടുമായിരുന്നില്ലേ, അവനെ എന്തിനാ കരുവാക്കിയത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ പെൺകുട്ടി തിരിച്ച് വന്നിട്ട് അതിൻ്റെ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കൂ. എന്നാണ് കരുനാപ്പള്ളി എന്ന് വിളിക്കാം. ഞാനൊരു യൂട്യൂബറാണ്. ഹസൻ കരുനാപ്പള്ളി എന്നാണ് ചാനലിന്റെ പേര്. ഈ നമ്പർ എവിടെ കിട്ടിയ? നിങ്ങളുടെ നമ്പർ പിന്നെ അവിടെ ഒരു ഹാരിസ് മൗലവി എന്താണ് അദ്ദേഹത്തിന്റെ അളിയൻ വഴിയാണ് നമ്പർ കിട്ടിയത്. ഹാരിസ് ഭായിയെ വിളിക്കുന്നത്. സംസാരിക്കുന്നതുകൊണ്ട് ഒരു 5 മിനിറ്റ് സംസാരിക്കാനുള്ള സമയമുണ്ടോ? ഇല്ല, പ്രശ്നമില്ല. ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങളുടെ നാട്ടിൽ മുണ്ടേരി എന്ന് പറയുന്ന സ്ഥലം ഹാരിസ് ഭായിക്ക് അടുത്താണോ? തമിഴ്നാടല്ലേ? മുണ്ടേരി കടവ് അല്ലേ? അവിടുന്ന് ഒരു ദിയ എന്ന് പറയുന്ന ഒരു മുസ്ലിം പെൺകുട്ടി കിരൺ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ യുവാവിനോടൊപ്പം ഇറങ്ങിപ്പോയ വാർത്ത റമദാൻ മാസത്തിലാണ് ആ സംഭവം ഉണ്ടായത്. ഞാൻ ആ സംഭവത്തിന്റെ വാർത്ത ഞാൻ എൻ്റെ ചാനൽ വഴി പങ്കുവച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ പലരും എന്നോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എന്തായി ആ സംഭവം, പിന്നീട് എന്തെങ്കിലും സംഭവിച്ചോ, എന്താണ് വല്ല വിവരമുണ്ടോ എന്ന് പലരും എന്നോട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ ഹാരിസ് ഭായിയെ കോണ്ടാക്ട് ചെയ്യുന്നത്, പെൺകുട്ടി വന്നു എന്ന് പറയുന്നത് സത്യമാണോ, അതിനെക്കുറിച്ച് ആധികാരികമായ ഹാരിസ് ഭായിക്ക് എന്തെങ്കിലും വിവരങ്ങൾ അറിയാമെങ്കിൽ അത് എന്നോടൊന്ന് പങ്കുവെക്കാമോ? അല്ല, അത് കുട്ടി വന്നിന് അവർ ഒഴിവാക്കിയതിന് ഒരു ദിവസം വന്നു. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ സംസാരിച്ച് മുന്നോട്ട് പോവാൻ നീക്കോന്ന് പറഞ്ഞു. രജിസ്റ്റർ കല്യാണം കഴിഞ്ഞല്ലോ. എനിക്ക് വ്യക്തമല്ല ഹാരിസ് ഭായി പറഞ്ഞത്. ഇവർ ഒളിച്ചോടി പോയതിന് ശേഷം ഇവർ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. ഇവർ ഒളിച്ചോടി പോകുന്നതിന് മുമ്പ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇവര്. ഓക്കെ. ഹാജരാകുന്നത് പോലീസ് സ്റ്റേഷനിൽ അന്ന് കാണാതെ ഒളിച്ചോടിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. നടന്ന് അവള് നമ്മൾ സംസാരിച്ചിന്. ഓരെ ഉമ്മയും ഉപ്പയും ഒരു ചെറിയ 5 ഉണ്ടായിരുന്നു. അവളെ പോയി സംസാരിച്ചില്ല. അവര് എൻഗേജ്മെന്റിന്റെ മുൻപ് ഇവരുടെ രജിസ്റ്റർ കഴിഞ്ഞു. അപ്പോൾ ഇവർ മനഃപൂർവ്വമല്ലേ പയ്യനോട് ഇങ്ങനെ ക്രൂരത ചെയ്തേ? ഒരു സാധാരണ മിഡിൽ ക്ലാസ് പയ്യൻ ഒരു എൻഗേജ്മെൻറ്റ് കഴിക്കുക വന്നാൽ എത്ര പൈസ ചിലവാണ്? അതൊന്നും ചിന്തിക്കാതെ പിന്നെ എങ്ങനെ അനുഭവിക്കാതിരിക്കും ഇവരെല്ലാം? വീണ്ടും ഇതിൻ്റെ അപ്പുറം അനുഭവിച്ചിട്ട് ഇവരൊക്കെ വരുള്ളൂ. എന്തോ വീട്ടുകാർ നല്ലൊരു മനസ്സുള്ളത് കൊണ്ട് അവളെ സ്വീകരിച്ചു. ഇല്ലെങ്കിലും വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന എല്ലാ പെൺകുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ പ്രേമിക്കുമ്പോൾ ഒരു മതത്തിലുള്ളതെങ്കിലും ഒന്ന് നോക്കും. അല്ലാതെ നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. ആദ്യം മനസ്സിലാവും. ബാക്കിയൊന്ന് കേട്ട് നോക്കും. അന്നേരം വരാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല, അന്ന് വന്നിട്ടില്ല. അപ്പൊ അവർ തന്നെ പോയി വന്നത് പറഞ്ഞ പോലെ ബാംഗ്ലൂരേക്ക് അവിടുന്ന് തിരിച്ചു വന്ന് കണ്ണൂര് താമസം തുടങ്ങി. ഇപ്പൊ അടുത്ത് അവർ തിരിച്ചു വന്നു. അതെന്തോ അവരായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നു. അങ്ങനെ അതിന് വരാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല, അതിന്റെ റീസൺ എന്താണെന്ന് അറിയില്ല. അത് തിരിച്ചു വന്നു, വീട്ടിലേക്ക് തിരിച്ചു വന്നു. അവർ സ്വീകരിച്ചു. ഡൈവോഴ്സ് കേസ് കാര്യങ്ങള് ഡൈവോഴ്സ് ചെയ്തെന്ന് തോന്നുന്നു. അതായിട്ടുണ്ടാവും വിചാരിക്കണം. അതെയോ? ഈ തിരിച്ചു വരാനുണ്ടായ കാരണം എന്താണെന്ന് നമുക്ക് അറിയുന്ന തന്നെയാണ്. നമ്മളൊരു അറിയുന്നത് അങ്ങായിട്ട് മകൾ തന്നെയാണ്. അവർ തിരിച്ചു വരാനുള്ള റീസൺ എന്താണെന്നുള്ളത് അവർ കിട്ടിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇത് ഇവര് തിരിച്ചു വരാനുണ്ടായ കാരണങ്ങൾ എന്നോട് എനിക്ക് കിട്ടിയ ചില വിവരങ്ങൾ, ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ പിന്നെ ഈ കിരൺ നിർബന്ധിച്ചുവെന്നും ബിയർ കഴിപ്പിച്ചുവെന്നും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടും മാനസികമായി വലിയ പ്രയാസത്തിലായതുകൊണ്ടും താൻ വലിയ ചതിയിൽ അകപ്പെട്ടു എന്നൊക്കെ മനസ്സിലാക്കി ഒരു പുനർവിചിന്തനത്തിന് വിധേയമായി തിരിച്ചു വന്നു എന്നാണ് എന്നെ കോണ്ടാക്ട് ചെയ്ത ആൾ പറഞ്ഞത്. എന്നിട്ടാണ് നിങ്ങൾ മുണ്ടേരി ഭാഗത്തുള്ള ആരെങ്കിലും ബന്ധപ്പെട്ടാൽ കുറച്ചുകൂടി ആഴത്തിൽ വിവരങ്ങൾ അറിയാം എന്ന് പറയുന്നതും. അങ്ങനെയാണ് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ഫോൺ കോളിലേക്ക് എത്തിയത്. സംഭവം ഉണ്ടായിട്ടുണ്ടോ റീസൺ എന്താണെന്നുള്ളത് വെച്ചാൽ അറിയില്ല. പിന്നെ അവനായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് മാത്രമേ അറിയാം. വെച്ചാൽ ഓൾ ഉദ്ദേശിച്ച പോലത്തെ ഈ യൂട്യൂബർ തന്നെ അതിൻ്റെ വീഡിയോ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബീർ കഴിക്കണമെങ്കിൽ സ്വയം കഴിച്ചാൽ പോരെ, പൊണ്ടാട്ടിയും കൂടി കഴിക്കണം.
ഇവിടെ ഓരോരുത്തർക്ക് എത്ര നല്ല പയ്യന്മാർക്കാണ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ പെണ്ണ് കിട്ടാതെ വട്ട് പിടിച്ചിട്ട് നടക്കുന്നറിയാമോ? തന്നെ പോലുള്ളവർക്ക് കിട്ടിയിട്ട് എന്തിനാണോ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? നമ്മളിപ്പോ ഒരാളെ ഒരു പെൺകുട്ടി എത്ര ഒളിച്ചോടുമ്പോ അവന്റെ അടുത്ത് നിന്ന് നല്ലതായ ജീവിതത്തിൽ മുന്നോട്ട് പോകാന്നുള്ളിലായിരിക്കുമല്ലോ പോകുന്നത്. ഈ പെൺകുട്ടി ശരിക്കും വീട്ടിലേക്ക് മടങ്ങി വന്നത് കിരണിന്റെ ഭാഗത്ത് നിന്നുണ്ടായ പീഡനങ്ങൾ കാരണമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പെൺകുട്ടിയെ മദ്യപിക്കാൻ അയാൾ നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഇടയ്ക്കിടെ അയാൾ ബിയർ വാങ്ങിക്കൊണ്ടുവന്ന് നിരന്തരം അത് കുടിക്കാൻ ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുമായിരുന്നു. അങ്ങനെ പോകെ വലിയ പ്രതിസന്ധിയിലേക്കാണ് തന്റെ ജീവിതം പോകുന്നതെന്ന് മനസ്സിലാക്കിയ ദിയ വലിയ അബദ്ധമാണ് തനിക്ക് സംഭവിച്ചതെന്നും എടുത്തുചാട്ടമാണ് താൻ ചെയ്തതെന്നുമൊക്കെ സ്വയം തിരിച്ചറിഞ്ഞ ദിയ വീട്ടിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇറങ്ങിപ്പോയ മകൾ എങ്ങനെയെങ്കിലും മനസ്സ് തോന്നി തിരിച്ചു വന്നിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞ മാതാപിതാക്കൾ വലിയ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി അവളെ സ്വീകരിക്കാൻ തയ്യാറായി. ഇപ്പോൾ ദിയ ഗൾഫിലാണുള്ളത്, ദുബായിലാണുള്ളത്. അവരുടെ കുടുംബക്കാർ തന്നെ ആ പെൺകുട്ടിയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി. കണ്ടോ പോയി. ഇപ്പോൾ അവസാനം വീട്ടുകാരനെ വേണ്ട വന്നില്ലേ? അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പെൺകുട്ടികളെ വിധിച്ചായിരിക്കുക. പ്രേമിക്കുമ്പോൾ പല വാഗ്ദാനങ്ങളും തരും, പല കാര്യങ്ങളും സപ്പോർട്ട് ചെയ്യും. ഒരുമിച്ചിരുന്നാലേ കാര്യങ്ങൾ അറിയുള്ളൂ. ആദ്യം പരമാവധി മനസ്സിലാക്കാൻ നോക്കൂ. 4-5 മാസം പ്രേമിച്ചുകൊണ്ട് പുറകിൽ പോകല്ല വേണ്ടേ. ആദ്യം ശരിക്കൊന്ന് മനസ്സിലാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിലുള്ളവരെങ്കിലും ഒന്ന് പ്രേമിച്ചിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് കല്യാണത്തിന് ഇറങ്ങും. എന്നിട്ട് വീട്ടുകാരെ ഇങ്ങനെ കണ്ണീര് കുടിപ്പിക്കുന്നത് ഇല്ലാതാക്കും. എത്ര പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഈ ലോകത്ത് വീണ്ടത് തന്നെ നടക്കുന്നത്. എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്നാലും നമ്മൾ പറയുന്നത് മാത്രം. ഓക്കെ, ബൈ.